യെസ് സാർ, നമ്മൾക്ക് അത് ഇപ്പോൾ ആദ്യത്തെ വാക്സിൻ മുറിവിൽ വാക്സിൻ അടിച്ച സമയത്ത് 3 ദിവസമാണ് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം 2 കാലിലും വാക്സിൻ എടുത്ത കാരണം നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് 3 ദിവസം ഇപ്പോൾ ഫോം വിതരണത്തിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പെയിൻ വെച്ചിട്ട് തന്നെയാണ് പോയത്. കാരണം മേലെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊടുത്തോ എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കൊടുക്കണം. 15-ാം തീയതിനുള്ളിൽ അത് 100% ആക്കാനുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യണം. അങ്ങനെയുള്ള നല്ല ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്. SIR-ന്റെ ഭാഗമായി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മാത്രമല്ല BLOമാർക്ക് ഉള്ളത്, മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. എന്നോടൊപ്പം ഉള്ളത് പാലക്കാട് തേങ്കുറിശ്ശി പഞ്ചായത്തിലെ 20-ാം ബൂത്തിലെ BL-ആയ വിജയ്. വിജയ്ക്ക് 2 തവണയാണ് പട്ടിയുടെ കടിയേറ്റത്. ഇപ്പോൾ ഈ ഫോം കൊടുക്കാൻ പോകുമ്പോഴാണ് പട്ടി കടിയേറ്റത്. അതെ, ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിലേക്ക് പോകുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് 2 വട്ടവും പട്ടി കടിച്ചത്. ഒന്ന് ഒരു വീട്ടിൽ വെച്ചിട്ടും പിന്നെ രണ്ടാമത്തെ കടി കണ്ടത് ഒരു വീട്ടിലേക്ക് വഴിയിലേക്ക് പോകുന്ന വഴിയിൽ നേരെ വന്ന് കടിക്കുകയായിരുന്നു. അത് ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. വഴിയിലുണ്ടായിരുന്ന നായ നേരെ വന്ന് കാലിലേക്ക് കടിക്കുകയായിരുന്നു. തെരുവ് പട്ടിയാണോ? തെരുവല്ല, വീട്ടിൽ വളർത്തുന്ന നായയാണ്. അത് അവരുടെ വീട്ടിലേക്ക് ഫോം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ വീടിനേക്കുള്ള വഴിയിൽ വെച്ചിട്ടാണ് കടി കൊണ്ടത്. അപ്പോൾ ഈ വീടിൻ്റെ ഈ ഗേറ്റ് കടന്ന് പോകുമ്പോൾ വേറെ പുറത്തുനിന്നുള്ള ഒരാൾ, പരിചയമില്ലാത്ത ആൾ കണ്ടപ്പോൾ നായ കടിച്ചു. അതെ, വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്നു നായ. അപ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് പരിചയമില്ലാത്ത ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ ഫോം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കടി കൊണ്ടത്. ആ ഏരിയയിലുള്ളവർ ഇപ്പം നമ്മൾ പോകുന്ന സമയങ്ങളിൽ ആളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആ ഏതൊക്കെ ഏരിയയിൽ ആരൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. വീടുകളിൽ ഏത് വീട്ടിലെ പട്ടിയുള്ളതെന്നും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോം ഇനി ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞോ? ഫോം വിതരണം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കളക്ഷനാണ് ഉള്ളത്. കളക്ഷന് പോകുമ്പോഴും ഇതേ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നേരിടുന്നത്. നമുക്കിപ്പോൾ BLAമാരുടെ സഹായം തേടാനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, പ്രഖ്യാപനം തുടങ്ങി, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ BLAമാരും അവർക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ നല്ല തിരക്കുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നവരെ അവരെ ഇനി കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഏത് വീട്ടിലാണ് പട്ടി ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ നോക്കി പോകേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? അങ്ങനെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ തെരുവിലുള്ള നായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ ഫോം കളക്ഷന് പോകുമ്പോൾ കൊടുക്കാൻ പോയ വീട്ടിൽ പട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി പോകുമ്പോൾ അറിയില്ലല്ലോ. വീണ്ടും ഇതേ സാഹചര്യം തന്നെയാണ് എല്ലാ BLAമാർക്കും ഉള്ളത്. ഇനിയും പട്ടികടി കൊള്ളും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇനിയും ഉള്ളത്. ഇപ്പോൾ കാര്യമായി മുറിവ് പറ്റിയിരുന്നു അല്ലേ? ആ, മുറിവ് രണ്ടാമത്തെ പ്രാവശ്യം കടിച്ചത് നല്ല മുറിവായിരുന്നു. അത് പിന്നെ വാക്സിനെല്ലാം എടുത്തിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ വാക്സിൻ എടുക്കുന്നു? ഇല്ല, ഇനിയും വാക്സിൻ എടുക്കാനുണ്ട്. അപ്പോൾ ഈ പട്ടി കടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 2 വട്ടം കടിച്ചപ്പോഴും നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തിരുന്നു. BLO ഡ്യൂട്ടിയിലെന്ന നിലയിൽ അപ്പോൾ മാറ്റണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രതിവിധി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അവർക്കും അതിന് പറ്റാത്തൊരു സാഹചര്യമാണെന്നാണ് അറിയിച്ചത്. കാരണം ഈ തിരക്കാണ്, അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അറിയിപ്പാണ് കിട്ടിയത് അവിടെ നിന്ന്. ഈ SIR-ന്റെ തിരക്കിനിടയിൽ വാക്സിന് പോകാൻ സമയം കിട്ടുന്നുണ്ടോ? യെസ് സാർ, നമ്മൾക്ക് അത് ഇപ്പോൾ ആദ്യത്തെ വാക്സിൻ മുറിവിൽ വാക്സിൻ അടിച്ച സമയത്ത് 3 ദിവസമാണ് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം 2 കാലിലും വാക്സിൻ എടുത്ത കാരണം നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് 3 ദിവസം ഇപ്പോൾ ഫോം വിതരണത്തിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പെയിൻ വെച്ചിട്ട് തന്നെയാണ് പോയത്. കാരണം മേലെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊടുത്തോ എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കൊടുക്കണം. 15-ാം തീയതിനുള്ളിൽ അത് 100% ആക്കാനുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യണം. അങ്ങനെയുള്ള നല്ല ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്. ഇത് വിജയ് എന്ന ഈ BLOക്ക് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ BLOമാർ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് അട്ടപ്പാടി മേഖലയിൽ വന്യജീവി ആക്രമണം ഉൾപ്പെടെ ഉണ്ടാകുമോ എന്ന് ഭയന്ന് ഈ പോകേണ്ട BLOമാർ വരെ ഉണ്ട്. ഈ സമയം നീട്ടി നൽകി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. പക്ഷേ ഇതേ BLOമാരെ വെച്ച് വേണം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് SIR-ന്റെ പണികൾ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.